ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തെക്കുറിച്ചാണ്. ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട്. വധുവും വധുവാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അത്രേ. Redeemed with the precious blood of Jesus, a lamb without blemish or defect. പഴയ നിയമം പഠിക്കുമ്പോൾ രക്തത്തെ വളരെ വിലയേറിയതായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേദോസത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 9:4-5 വാക്യങ്ങളിൽ പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് എന്ന് കാണുന്നുണ്ട്. അതായത് ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം ഭക്ഷിക്കരുത്. അങ്ങനെ ഭക്ഷിക്കുകയാണെങ്കിൽ ആ രക്തത്തിന് പകരം ചോദിക്കുമെന്നാണ് അവിടെ നാം കാണുന്നത്. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 3:17, സംഖ്യ 35:31 ഈ ഭാഗങ്ങളൊക്കെ രക്തം ഭക്ഷിക്കരുതെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. കാരണം ദാറ്റ് ബ്ലഡ് വാസ് പ്രഷ്യസ് ഇൻ ഗോഡ്സ് സൈറ്റ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പാപപരിഹാരത്തിനായി മൃഗങ്ങളെ യാഗം അർപ്പിക്കുകയും അതുപോലെ പ്രായശ്ചിത്ത ബലിയായി ആ മൃഗങ്ങളുടെ രക്തം യാഗപീഠത്തിൽ തളിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നു. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ഞാൻ അതെന്ന് പറയാൻ രക്തം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്നാൽ പാപപരിഹാരത്തിനായി മൃഗങ്ങളെ യാഗം അർപ്പിക്കുകയും അതിൻ്റെ രക്തം യാഗപീഠത്തിൽ തളിക്കുകയും ചെയ്ത് പാപത്തെ അവിടെ സകല ജനത്തിൻ്റെ പാപത്തെ നീക്കുവാനായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ മനുഷ്യന്റെ പാപത്തെ പൂർണ്ണമായി നീക്കുവാൻ മൃഗങ്ങളുടെ രക്തത്തിന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ കാലസമ്പൂർണയിൽ ഈ ലോകത്തിലേക്ക് അയച്ച് അവൻ കാൽവരി യാഗമായി തീർന്നു. മാത്രമല്ല, അവൻ്റെ സകല രക്തവും നമുക്ക് സകല ജനത്തിനും വേണ്ടി ഊറ്റിത്തന്നു. ആ രക്തം, ഈ കർത്താവിൻ്റെ രക്തം, അത് വിലയേറിയ രക്തമാണ്. എന്തുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ രക്തം ഈ പ്രഷ്യസ് ആണെന്ന് അല്ലെങ്കിൽ വിലയേറിയതാണെന്ന് പറയാൻ കാര്യം? വൈ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബിക്കെയിം പ്രഷ്യസ്? ഒന്ന്, ദി പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഹാസ് എ റിഡീമിംഗ് പവർ. വീണ്ടെടുക്കാനുള്ള ശക്തി കർത്താവിൻ്റെ യേശുക്രിസ്തുവിന്റെ രക്തത്തിനുണ്ട്. ഇറ്റ് റിഡീംസ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, മനുഷ്യജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള ശക്തി കർത്താവിന്റെ രക്തത്തിനുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1:7 പ്രകാരം വായിക്കുന്നുണ്ട്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രീക്ക് വേർഡ് അഗരസോ എന്നാൽ വില കൊടുത്തു വാങ്ങുക എന്നാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു ഈ കാൽവരി യാഗമായി തീർന്ന് അവന്റെ സകല രക്തവും നമുക്കായി ഊറ്റിത്തന്ന് ആ രക്തം വിലയായിട്ട് കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. സകല ജനത്തെയും വീണ്ടെടുത്തു. ആ മൃഗങ്ങളുടെ രക്തം, നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങളുടെ രക്തത്തിന് മനുഷ്യരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ കർത്താവിന്റെ രക്തം സകല ജനത്തിന്റെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മതിയായ രക്തമാണ്. മാളിമുറയിൽ കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചുകൂടി അവർ പെസഹ ആചരിക്കുന്നു. ആ സമയത്ത് പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവ് പ്രകാരം പറയുന്നുണ്ട്, ഇത് അനേകർക്ക് വേണ്ടി പാപവചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. മത്തായി സുവിശേഷം 26:28 നമുക്ക് അവിടെ കാണുവാൻ കാണുന്നത്. ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് ദി കവനന്റ് വിച്ച് ഈസ് പവേർഡ് ഔട്ട് ഫ്രം മെനി ഫോർ ദി ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. പാപത്തിന്റെ പരിഹാരത്തിനായി, പാപത്തിന്റെ മോചനത്തിനായി ചൊരിയുന്ന
പുതിയ നിയമത്തിന്റെ രക്തം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം, അത് വിലയേറിയ രക്തമാണ്. കാരണം അത് വീണ്ടെടുക്കുവാൻ കഴിയുന്ന രക്തമാണ്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ സകല ജനത്തെയും വീണ്ടെടുക്കുവാൻ കഴിയുള്ളതായ രക്തം. ഹല്ലേലൂയ. അതാണ് കർത്താവ് കാൽവരിക്കുരിശിൽ യാഗമായി തീർന്ന സകല രക്തവും നമുക്കായി ഊറ്റിത്തന്നു. മാത്രമല്ല, ഇറ്റ് റെഡീംസ് ഫ്രം ദ ലോ, ന്യായപ്രമാണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മതിയായ രക്തമാണ്. ഗലാത്യലേഖനം 3:13 പ്രകാരം വായിക്കുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ എന്ന് എതിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന് ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും, അതായത് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ അത് ന്യായപ്രമാണത്തിന് പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയത്തില്ല. പിന്നെയോ പാപം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും ആ പാപത്തിന് ഉണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ് ന്യായപ്രമാണം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മനുഷ്യരെപ്പോഴും ഭയത്തിൻ കീഴിലാണ്. കാരണം പാപം ചെയ്യുമ്പോൾ, അയ്യോ, ഈ തെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ശിക്ഷ ഉണ്ടാകുമല്ലോ, എന്നാൽ അതിൽ നിന്ന് എങ്ങനെ വിടുവിക്കപ്പെടും, ആ പാപത്തിൽ നിന്ന് എങ്ങനെ വീണ്ടെടുക്കപ്പെടും എന്ന് ന്യായപ്രമാണം പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ശാപത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു തന്റെ രക്തത്താൽ. അപ്പോൾ നാം പാപത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക മാത്രമല്ല, നമ്മുടെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം നൽകി, വീണ്ടെടുപ്പിന്റെ സന്തോഷം നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്, the precious blood of Jesus Christ has a cleansing power. ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ഇത്ര പ്രഷ്യസ് എന്ന് പറയുവാൻ, വിലയേറിയ എന്ന് പറയാൻ കാര്യം, അത് വിശുദ്ധീകരിക്കുവാൻ മതിയായ രക്തമാണ്. 1 യോഹന്നാൻ 1:7 പ്രകാരം വായിക്കുന്നുണ്ട്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. The blood of Jesus Christ cleanses us from all sin. എല്ലാ പാപത്തിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ മതിയായതാണ് കർത്താവിന്റെ രക്തം എന്ന് പറയുന്നത്. സോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണുന്നുണ്ട്. ഈ അഴുക്കായ വസ്ത്രങ്ങളൊക്കെ സോപ്പ് പൊടി കലക്കിയ വെള്ളത്തിൽ മുക്കി അത് കഴുകിക്കളയുമ്പോൾ ആ വസ്ത്രത്തിന്റെ അഴുക്കൊക്കെ മാറി വളരെ വെണ്മയായിത്തീരുന്ന കാണുന്നുണ്ട്, ശുദ്ധീകരിക്കുന്ന കാണുന്നുണ്ട്. എന്നാൽ പാപത്തിന്റെ കറയെ ഒരു സോപ്പിനും, ഈ ലോകത്തിലുള്ള ഒരു സോപ്പിനും കഴുകിക്കളയാൻ കഴിയത്തില്ല. ഒരു വസ്തുവിനും, ലോകത്തിലുള്ള ഒന്നിനും മനുഷ്യന്റെ പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ സാധിക്കത്തില്ല. പഴയ നിയമത്തിൽ മൃഗങ്ങളെ യാഗം കർപ്പിച്ചു, രക്തം ഒഴുക്കി, പക്ഷേ അതിനും മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളയുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വിലയേറിയ രക്തത്തിന് മാത്രമേ മനുഷ്യനെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18 പ്രകാരം വായിക്കുന്നുണ്ട്, യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വിലയേറിയ രക്തം നമ്മെ അതുപോലെ ശുദ്ധീകരിക്കും, വെണ്ണയുള്ളതാക്കി തീർക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് ഈ കാൽവരിക്കുരിശ് യാഗമായി തീർന്നു. അവൻ തന്റെ സകല രക്തവും നമുക്കായി ഊറ്റിത്തന്നു. അപ്രകാരം നമ്മെ വിശുദ്ധിയുള്ളതാക്കി തീർക്കും. ദൈവത്തിന്റെ മക്കളാകുന്ന ഒരു വ്യക്തിയെ സമയത്തോളം, ദൈവത്തിന്റെ മകളാകുന്ന ഒരു വ്യക്തിയെ സമയത്തോളം അവൻ ജീവിതം വിശുദ്ധിയുടെ ജീവിതമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സമയത്തോളം അവൻ വിശുദ്ധിയുടെ ജീവിതമാണ് നയിക്കേണ്ടത്. കാരണം അവന്റെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക മാത്രമല്ല, അവനെ ശുദ്ധീകരിക്കുക കൂടെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ, കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ച ഓരോ വ്യക്തിയും ഈ വിശുദ്ധി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും.
വെളിപ്പാട് പുസ്തകത്തിൽ 7:14 പ്രകാരം വായിക്കുന്നുണ്ട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ വിശുദ്ധിയിൽ അമേൻ വെടിപ്പോടെ വിശുദ്ധിയോടെ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുവാൻ, കർത്താവിന്റെ വരവിങ്കൽ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ, ആ വിശുദ്ധി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കും. കാരണം കർത്താവ് തന്റെ രക്തം ഊറ്റിത്തന്നു നമ്മെ വിശുദ്ധീകരിച്ചതാണ്. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയാണ്, ആ വേർപാടാണ്. അപ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. 3, the precious blood of Christ has a preserving power. അത് കർത്താവിന്റെ രക്തം, വിലയേറിയ രക്തം, അത് നമ്മെ സംരക്ഷിക്കുവാൻ മതിയായ രക്തമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. അതിന് മുമ്പ് പെസഹ അവർ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നു, പുറപ്പാട് പുസ്തകം 12:5, 6, 7 വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നുണ്ട്, കുഞ്ഞാണ്ട് രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടിൽക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം. എന്തിനാ ഇത് പുരട്ടുന്നത്? സംഹാരകൻ കയറി വരുമ്പോൾ ഈ രക്തം അടയാളമായിരിക്കുന്നതായ ഭവനങ്ങളെ അത് ഒഴിഞ്ഞുപോകും. രക്തം അടയാളമായ ഭവനങ്ങളെല്ലാം ഈ സംരക്ഷിക്കപ്പെടുമെന്നാണ്. എന്നാൽ രക്തം അടയാളമല്ലാത്ത ഭവനങ്ങളിൽ അവിടെ ആദിജാതന്മാർ കൊല്ലപ്പെടും. അപ്പം അതാണ് ആ രക്തത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ രക്തത്താൽ പുതിയപ്പെട്ട ദൈവമക്കളെ ദൈവം പരിപാലിക്കും. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രങ്ങളുമേൽ ജയം നേടുവാൻ ഒരു ദൈവത്തിന് സാധിക്കും. എങ്ങനെയാണ്? ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ വിശുദ്ധ രക്തം, അത് ആ രക്തത്താൽ മൂടപ്പെട്ട ഒരു ദൈവപൈതൃക സമയത്തോളം സാത്താന ശത്രു നമുക്ക് ആമേൻ ഹല്ലേലൂയ ഏത് പ്രതിസന്ധി വന്നാലും നമ്മെ പരിപാലിക്കുവാൻ ഈ രക്തത്തിന് മതിയായവനാണ്. 4, the precious blood of Christ is precious because it is power to give entrance. അതായത് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 10-ാം അധ്യായം അതിന്റെ 10-19 മുതലുള്ള വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇവിടെ പറയുന്നു, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന്. അതായത് കർത്താവായ നാം ഒരു കാലത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് അവന്റെ സകല രക്തവും നമുക്കായി ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്തു. ആമേൻ ഹല്ലേലൂയ. അതിൽ കൂടെ ദൈവമായുള്ള അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമുക്ക് അതെന്താണ്? ഈ രക്തത്തിന്റെ ശക്തിയാണെന്ന് നാം മനസ്സിലാക്കണം. ഈ കർത്താവ് കാൽവരിക്കുരിശിൽ യാഗമായി തീർന്നതുകൊണ്ടാണ്, അവൻ തന്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമുക്ക് സാധ്യതയായത്. അല്ലായെങ്കിൽ നമുക്ക് കർത്താവിന്റെ ദൈവസന്നിധിയിൽ അടുത്തു വരാൻ ഒരു യോഗ്യതയുമില്ല. മാത്രമല്ല, നാം നിത്യജീവങ്കിലേക്ക് ആയിത്തീർന്നത് ഈ കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിന്റെ രക്തം അത് വിലയേറിയ രക്തമാണ്. അത് നമ്മെ വീണ്ടെടുക്കുന്ന രക്തമാണ്. അത് നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അത് കർത്താവിന്റെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ
നമ്മെ യോഗ്യമാക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ, ആമേൻ. അതുമാത്രമല്ല, the precious blood of Christ has an overcoming power. ജയിക്കുന്ന ശക്തി. ഈ വിശുദ്ധ രക്തം എന്ന് പറയുന്നത് സകലത്തിന്മേൽ ജയം നൽകുന്ന രക്തമാണ്. വെളിപ്പാട് പുസ്തകം 12:11 പ്രകാരം വായിക്കുന്നുണ്ട്, അവർ അവനെ കുഞ്ഞാൺ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷി വചനം ഹേതുവായും ജയിച്ചു. They overcame Satan by the blood of the Lamb. യേശുവിന്റെ രക്തം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അത് സകലത്തിന്മേൽ ജയം തരുന്ന രക്തമാണ്. ഹല്ലേലൂയ. ആ യേശുവിന്റെ രക്തം, അതിന്റെ പവർ, ഈ രക്തത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സകലത്തിന്മേലും സാത്താന്റെ ശക്തിമേലും ജയം തരുന്നതായ രക്തം, ദൈവത്തിന്റെ രക്തം, കർത്താവിന്റെ വിലയേറിയ രക്തം നമ്മെ ജയാളിയായി നടത്തുന്ന രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിലയേറിയ രക്തത്തിന്റെ ശക്തി അത് നമ്മെ, ആമേൻ, ഹല്ലേലൂയ, സകലത്തിന്മേൽ ജയം തരുന്ന രക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ രക്തത്തിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് കർത്താവിന്റെ രക്തം ഇത്രമാത്രം വിലയേറിയതായത് എന്ന് പറയുന്നത്? ഒന്ന്, ഞാൻ പറഞ്ഞു, അത് വീണ്ടെടുക്കുവാൻ ശക്തിയുള്ള രക്തമാണ്. നമ്മെ പാപത്തിൽ നിന്ന്, നമ്മെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മതിയായ ശക്തിയുള്ളതാണ് ആ കർത്താവിന്റെ രക്തം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മെ, ആമേൻ, ഹല്ലേലൂയ, വിശുദ്ധീകരിക്കുന്ന രക്തമാണ് കർത്താവിന്റെ രക്തം. അത് മാത്രമല്ല, നമ്മെ പരിപാലിക്കുന്ന രക്തമാണ്, നമ്മെ സംരക്ഷിക്കുന്ന രക്തമാണ് കർത്താവിന്റെ രക്തം. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ യോഗ്യമാക്കുന്നതാണ് ദൈവത്തിന്റെ രക്തം, കർത്താവിന്റെ വിലയേറിയ രക്തം. അതോടൊപ്പം തന്നെ സകലത്തിനുമേലും സാത്താനുമേൽ ജയം തരുന്നതാണ് ഈ കർത്താവിന്റെ രക്തം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഈ കർത്താവ് കാൽവരിക്രൂശ് യാഗമായി തീർന്ന് അവൻ തന്റെ സകല രക്തവും നമുക്കായി ഊറ്റിത്തന്നതുകൊണ്ടാണ്, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധി അടുത്തു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും, ആമേൻ, ഹല്ലേലൂയ, ആ വീണ്ടെടുപ്പിന്റെ സന്തോഷം അനുഭവിക്കുവാനും സാധിച്ചത്. ആമേൻ. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിക്കാം. കർത്താവേ, അടിയങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ വിലയേറിയ രക്തം അടിയങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ ഹിതം പോലെ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.